ഇത് ഇന്നലെ എടുത്തൊരു വീഡിയോയാണ്. ഇതിപ്പോൾ ആളെ സ്കൂളിൽ പോകാൻ ഒരുക്കി ഇരുത്തിയിട്ട് കുറച്ച് പടങ്ങൾ വരപ്പിക്കുക. കാരണം ഇന്നലെ ടീച്ചർ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന് പഞ്ചായത്ത് തലത്തിലെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചിത്രരചന കോമ്പറ്റീഷൻ ഉണ്ട്, താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ പേപ്പറും പേനയൊക്കെ കൊണ്ടുവരണമെന്ന്. അപ്പം ഞാൻ രാവിലെ ഡ്രോയിങ് ബുക്ക് എടുത്ത് കൈ കൊടുത്തിട്ട് അമ്മയ്ക്ക് കുറച്ച് കുന്നും മലയൊക്കെ വരച്ച് തരാൻ പറഞ്ഞ്. അപ്പോൾ നന്നായിട്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ കൊടുത്തു വിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ അമ്മ പേപ്പർ എന്നാൽ സ്കൂളിൽ വരയ്ക്കുമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാം കൊടുത്ത് എടുത്ത് ബാഗിനകത്ത് വെച്ചപ്പോഴത്തേക്ക് അവരുടെ വണ്ടി വന്നപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, വണ്ടി വന്നു പറഞ്ഞപ്പോൾ ആളിങ്ങനെ നോക്കിയിരിക്കും, അത് എൻ്റെ വണ്ടിയല്ല അല്ലാതെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ആ വണ്ടി അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, വേഗം ഓടി വാ, മഴയൊക്കെ ചാറുന്നൊന്നും പറഞ്ഞിട്ട് വിളിച്ചകത്ത് കയറ്റി ടാറ്റയൊക്കെ കൊടുത്തിട്ട് നേരെ കിച്ചണിലോട്ട് പോയി. കിച്ചണാണെങ്കിൽ ആളെ വീഴുന്ന തിരക്കിൽ എല്ലാം അലങ്കോലമായിട്ട് ഇട്ടേക്കുമായിരിക്കും. കാരണം അതവിടെ വെച്ച് ഇവിടെ വെച്ച് എല്ലാം അന്നേരം എടുത്തു വെക്കാനായിട്ട് എനിക്ക് അങ്ങോട്ട് സ്പീഡ് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ അവിടെ എവിടെയും വെച്ചിട്ട് വേഗം ആളെ പറഞ്ഞു വിട്ടിട്ട് വന്നാൽ വൃത്തിയാക്കുന്നത്. അതിനുശേഷം അതെല്ലാം വൃത്തിയാക്കി വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ട് നേരെ ഫ്രിഡ്ജ് വൃത്തിയാക്കാനായിട്ട് പോയി. കാരണം ഇന്നലെ മൊത്തം നമുക്ക് കറണ്ട് ഇല്ലായിരുന്നു. അന്നേരം രാത്രിയിലാണെങ്കിൽ ആ ഫ്രീസറിനകത്ത് ഐസെല്ലാം മെൽറ്റായി താഴെല്ലാം വെള്ളമായിട്ടുണ്ടായിരുന്നു. രാവിലെ ജസ്റ്റ് പണിക്കിടെ ഞാൻ അതെല്ലാം ഒന്ന് ജസ്റ്റ് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയാൽ ഫ്രിഡ്ജിൻ്റെ മുകളിലും എല്ലാം പൊടിയുണ്ടായിരുന്നു. അതെല്ലാം തുടച്ച് വൃത്തിയാക്കി ഫ്രിഡ്ജെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിനകത്തിരുന്ന സാധനങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ട് നേരെ ചപ്പാത്തിക്ക് മാവ് കഴിക്കാനായിട്ട് പോയി. അതിനിടയ്ക്ക് ഞാനത് ഇന്നലെ ചിയാ സീഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടേ, ചിയാ സീഡും ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഡയറ്റിനൊക്കെ നല്ലതാണെന്നും പറഞ്ഞിട്ടൊക്കെ കണ്ടപ്പം ഞാൻ വെച്ചാൽ ഒന്നും ഉണ്ടാക്കി വെക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ചിയാ സീഡ് മേടിച്ച് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് കുതിർന്നോ നോക്കിയിട്ട് ഞാൻ വേഗം ഇച്ചിരി ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ചപ്പാത്തിക്ക് മാവും കുഴച്ച് വെച്ച് നമ്മുടെ ചോപ്പർ റൂട്ടൻ്റെ സഹായത്തോടെ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് വേഗം ഒരു മുട്ടക്കറി അടപ്പിലോട്ട് വെച്ചിട്ട് ചപ്പാത്തി ആക്കി. സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി റെഡി ആവാറുള്ളതല്ല, പക്ഷേ എങ്കിൽ എന്തോ ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റും ആയിരുന്നു. ആ സമയത്ത് എൻ്റെ മുട്ടക്കറി ആ ഒരു സൈഡിൽ ഇരുന്ന് റെഡി ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം വെച്ചിട്ട് ഞാൻ നല്ല പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ആ മാങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് യോഗട്ടൊക്കെ ഇട്ട് നമ്മുടെ ചിയാ സീഡൊക്കെ അതിട്ട് വേഗം അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രീസറിലോട്ട് വെച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം മോള് വരുമ്പോൾ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മുടെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.